നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഹോട്ടലുകൾ തോന്നിയ വില ഈടാക്കുമ്പോൾ ഒരേ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വലിയ വില വ്യത്യാസമാണ് പ്രകടമാകുന്നത്. ജനത്തിരക്ക് മുതലെടുത്തും ഭക്ഷണശാലകൾ മോടി പിടിപ്പിച്ചുകൊണ്ടുമാണ് ഈ കൊള്ളലാഭം കൊയ്യൽ. ഒരേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ ഹോട്ടലുകളിലെ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള പരമ്പര തുടരുന്നു. അതിവേഗം വില ബഹുദൂരം. വിപണിയിലെ വില വ്യതിയാനത്തിൻ്റെ പേരിൽ ഹോട്ടലുകളിൽ നടക്കുന്നത് എന്താണ്? പൊരിച്ച അയില തന്നെ ആവട്ടെ ഇന്ന്. അല്ല ചേട്ടാ, ഈ പൊരിച്ച അയിലക്കൊക്കെ എന്താ വില? നമ്മൾ 40 വരെ കൊടുക്കരുത്, 40 വരെ അയില കൊടുക്കും, പിന്നെ 45. അടുക്കളയിൽ കൂട്ടപ്പൊരിച്ചിൽ നടക്കുക. എന്തായാലും അടുത്ത് ഇനിയുണ്ടല്ലോ ഹോട്ടല്, പോയി നോക്കാം. പൊരിച്ച അയില എത്രയ്ക്കാ വിൽക്കുന്നേ? ഒരു അയില 65. എൻ്റെ അമ്മേ, ഒരു ചുമരിൻ്റെ 2 ഭാഗത്തുള്ള ഹോട്ടലുകളിലെ വില കേട്ടില്ലേ? ഒരയിലയ്ക്ക് 15 രൂപ മുതൽ 25 രൂപ വരെ വ്യത്യാസം. ഇതേ അടുത്ത ഭോജനശാല. പൊരിച്ച അയില ഉണ്ടേട്ടാ, ഒന്ന് എടുക്കാൻ എത്ര പൈസയാ? പൊരിച്ച അയില പുള്ളയിലേക്ക് 40 രൂപ. പുള്ളക്ക് 40 രൂപ. കേട്ടിട്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും ഇനിയുണ്ടല്ലോ ഹോട്ടല്, പോയി നോക്കാം. ഇവിടുത്തെ വില വിവര പട്ടികയൊക്കെ കൊള്ളാട്ടോ. ചേട്ടാ, അയിലേക്ക് എങ്ങനെ വില? നമ്മളിപ്പോൾ 75 രൂപ. ഇപ്പൊ കൂട്ടിയതാണ് 60 75 ആക്കിയത്. കടലിൽ ഒരുപോലെ കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് ഒരേ വിലയ്ക്ക് വാങ്ങിച്ച് ഒരേപോലെ പൊരിച്ച അയിലയ്ക്ക് 4 4 വില. ഈ അയിലകൾ ഞങ്ങൾ വിൽക്കാൻ പോവുകയാണ്. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച അതേ വിലയ്ക്ക്. ജനങ്ങളുടെ പ്രതികരണം ആരും അറിയാതെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും. കണ്ണൂരിലെ 4 ഹോട്ടലിലെ അയിലയായിരുന്നു. 1, 2, 3. നിങ്ങൾ വില നോക്കി, വില നോക്കി. എന്താ എടുക്കട്ടെ? എല്ലാം ഓരോന്നിനും ഓരോരോ വിലയാണല്ലോ. ഓരോ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാ, നമ്മൾ വീട്ടിൽ നിന്ന് പൊരിച്ചതൊന്നല്ല. 40, 50, 60, 75, 75. ഒരേ റേറ്റുള്ള സാധനം ഒറ്റ സാധനം നിങ്ങൾ തോന്നി പിന്നെ അതൊന്നും നടക്കുന്ന ഹോട്ടലുകാരനോട് ചോദിക്കാനും പറയാനല്ല. അതാണ്, ഹോട്ടലുകളിൽ തോന്നിയ വിലയ്ക്ക് എന്ത് വിറ്റാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാനിവിടെ 4 അയില നിരത്തിയപ്പോൾ വിലയെക്കുറിച്ച് അടിയുണ്ടാക്കാൻ എത്ര പേരാ എത്തിയത്? ഇതുപോലെ ഹോട്ടലുകളുടെ തോന്നിയ വിലയ്ക്കെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ക്യാമറാമാൻ ലിമേഷ് ചെറുപേഷിക്കൊപ്പം കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ. സംസ്ഥാനത്ത് പച്ചക്കറി വില ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴും ഇതിൻ്റെ നേട്ടം കൊയ്യുന്നത് ഇടനിലക്കാരാണ്. തുച്ഛമായ വിലയ്ക്ക് കർഷകരിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി ഇടനിലക്കാർ മുഖേന വിപണിയിലെത്തുമ്പോൾ 3 ഇരട്ടിയിലധികം വിലയാകുമെന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം കണ്ടെത്തി. പാലക്കാട്, തൃശൂർ, കൊച്ചി ബ്യൂറോകൾ സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് അതിർത്തി പ്രദേശത്തെ മണികണ്ഠൻ ചേട്ടൻ്റെ പച്ചക്കറിക്കടയാണിത്. ഇവിടെ നിന്നും 100 രൂപയുടെ പച്ചക്കറി വാങ്ങി നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിലേക്ക് കൊടുത്തയക്കുന്നു. അത് തൃശ്ശൂരിലെത്തുമ്പോൾ എത്ര രൂപയാകുമെന്ന് നമ്മൾക്ക് കാണാം. ചേട്ടാ, നമുക്ക് ഒരു 100 രൂപയുടെ പച്ചക്കറി വേണം, എടുക്കാം. தக்காளி 2 கிலோ 14 ரூபா, வெண்டை 2 கிலோ 16 ரூபா, பயறு 2 கிலோ 20 ரூபா, பச்சை மிளகு 1 கிலோ 10 ரூபா, கத்திரி வழுதனங்காய் 2 கிலோ 14 ரூபா, உள்ளி 1 கிலோ 10 ரூபா, பீட்ரூட்டு 1 கிலோ 5 ரூபா, കപ്പ 2 കിലോ 10 രൂപ. ആകെ 100 രൂപ ആയിട്ടുണ്ട്. ഈ പച്ചക്കറി നമുക്കിനി തൃശ്ശൂർക്ക് കൊടുത്തേക്കാം. പാലക്കാട് നിന്നും എത്തിച്ച പച്ചക്കറിക്ക് ഇവിടെ വില എത്രയാണെന്ന് ഇപ്പോൾ അറിയാം. 1 കിലോ വഴുതനങ്ങ, 2 കിലോ കൊള്ളി, 1 കിലോ ബീറ്റ്റൂട്ട് 19, 20, 25, 26 രൂപ, 262 രൂപ കേട്ടോ. പാലക്കാട് നിന്നും എത്തിച്ച പച്ചക്കറി ഒരു യാത്രക്കാരൻ വഴി കൊച്ചിയിലേക്ക് കയറ്റി വിടുകയാണ്. ഇനി അവിടുത്തെ വില എത്രയെന്ന് അനിൽ ജോർജ് പറയും. 100 രൂപയ്ക്ക് പാലക്കാട് നിന്ന് വാങ്ങിയ പച്ചക്കറിക്ക് എറണാകുളം മാർക്കറ്റിൽ മൊത്ത കച്ചവടക്കാരനിട്ട വില 327 രൂപ. ഇത് ഇവിടെ നിന്നും ചില്ലറ വിൽപ്പനക്കാരുടെ അടുത്തെത്തുമ്പോൾ വില ഇനിയും 10 മടങ്ങ് വർദ്ധിക്കും. സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്നും ആരാണ് വിപണിയിലെ തീവില പറഞ്ഞ് പോക്കറ്റടിക്കുന്നത്? ഉത്തരം പറയേണ്ടതും വില നിയന്ത്രിക്കേണ്ടതും സർക്കാരാണ്. ടീം റിപ്പോർട്ടറിനും ക്യാമറാമാൻ KS ശ്യാമിനുമൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, മുൻ മന്ത്രി ശ്രീ C ദിവാകരൻ, സാമ്പത്തിക വിദഗ്ധരായ ശ്രീ മേരി ജോർജ്, ഡോക്ടർ KN ഹരിലാൽ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ അനൂപ് ജേക്കബ്, ഒരു ജില്ലയിൽ തന്നെ പല വില, വിവിധ ജില്ലകളിൽ വ്യത്യസ്തമായ വില,
തൊട്ടടുത്ത കടകളിൽ പല വില. എന്തുകൊണ്ട് സർക്കാരിന് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാനും ഏകീകൃതമായ ഒരു വില നിലവാരം നടപ്പിൽ വരുത്താനും കഴിയാതെ പോകുന്നു? ഇവിടെ നമുക്ക് ഈ പലതരത്തിലുള്ള വിലകൾ പ്രദർശിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും കൂടുതൽ പരിശോധനകൾ കർശനമായ നിലയിൽ ഇന്ന് പൊതുവിപണിയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ എല്ലായിടത്തും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് വകുപ്പ് തലത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകൃതമായി പരിശോധനകൾ നടത്താനും പലതരത്തിലുള്ള വില ഈടാക്കുന്നത്, അതായത് ചില സ്ഥലങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരേ പ്രോഡക്റ്റിന് രണ്ടുപേരുടെ ഈടാക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെ വളരെ കർശനമായി തന്നെ നേരിടും. അതിൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട കാര്യത്തിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നിലയിലുള്ള പരിശോധനകൾ പൊതുവിപണിയിൽ ഉണ്ടാവും. സർക്കാരിനപ്പോൾ ഇതേക്കുറിച്ച് അറിയാം, വ്യത്യസ്ത വിലകളാണ് ഈടാക്കുന്നത്, അതുപോലെ തന്നെ വിലക്കയറ്റമുണ്ട്. എന്തുകൊണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇന്ന വിലയ്ക്ക് ഇന്ന വ്യാപാര സ്ഥാപനം വിൽക്കണമെന്ന് നിഷ്കർഷിക്കുവാനുള്ള നിയമത്തിന്റെ അഭാവം നമുക്കുണ്ട്. പിന്നെ ഇന്ന ഹോട്ടലിൽ ഇന്ന വിലയ്ക്ക് നിങ്ങൾ കൊടുക്കാവുള്ളൂ എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷെ അവിടെ കൊടുക്കുന്ന വില അമിതമായ നിലയിൽ വർദ്ധിക്കാതിരിക്കുവാനായിട്ട് വില പട്ടികകൾ പ്രദർശിപ്പിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത്തരത്തിലുള്ള അത് EC ആക്ട് പ്രകാരമുള്ള ഓർഡറുടെ പശ്ചാത്തലത്തിൽ അതിന്റെ പിൻബലത്തിലാണ് ഇന്ന് ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾ പരിശോധന നടത്തുന്നത്. അപ്പൊ വില പട്ടിക പ്രദർശിപ്പിക്കുക, അതായത് ഇപ്പോൾ ഒരു കസ്റ്റമറിനായിരുന്നു A കസ്റ്റമറിനായിരുന്നു ഒരു വിലയും B കസ്റ്റമറിനായി മറ്റൊരു വില ഈടാക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഇന്ന വില നിങ്ങൾ ഇന്നത് വിൽക്കണം എന്നത് പലപ്പോഴും അത് നടപ്പിലാക്കാനായിട്ടുള്ള നിയമത്തിന്റെ അഭാവം ഗവൺമെന്റിനുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യം ഹോട്ടലുകൾ ഉണ്ടായിരിക്കുന്ന വില വർധനവ്, അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന നിലയിൽ ഒരു ബില്ല് ലഭ്യമാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ അജണ്ടയിലുണ്ട്. അതിന്റെ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. നിയമത്തിൻ്റെ അഭാവം പറഞ്ഞ് ആ നിയമനിർമ്മാണം നടത്തേണ്ടത് സർക്കാരാണ്. ഈ വിലക്കയറ്റത്തിന് ജനങ്ങളെ എറിഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ? നമുക്ക് ലഭ്യമായിരിക്കുന്ന നിയമം അത് കൃത്യമായി നടപ്പാക്കുന്ന ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് വ്യക്തമാക്കിയത്. താങ്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ആ ഇച്ഛാശക്തിയാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ലഭ്യമായിരിക്കുന്ന കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുവാനായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുവാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിലുള്ള ഒരുപാട് പരിമിതികൾ പലപ്പോഴും നമുക്ക് പൊതുവിപണിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പറയാം, ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയി നമ്മുടെ കേരളം നിലനിൽക്കുകയാണ്. അതിന്റെ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷന്റെ നമ്മുടെ ആവശ്യത്തിന്റെ എത്രമാത്രം നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഒരു കൃത്യമായ കണക്കിലേക്ക് വരെ 15% കേരളത്തിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തില് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ പലതരത്തിലുള്ള അഡ്വേഴ്സ് ആയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വിപണിയിൽ വരും. അതിപ്പോ ഒരു കാലാവസ്ഥ വ്യതിയാനം തൊട്ട് നമുക്കുണ്ടാവുന്ന ക്രൂഡ് ഓയിലിനുണ്ടാവുന്ന വിലമാറ്റങ്ങൾ പോലും നമ്മുടെ പൊതുവിപണിയിൽ പ്രതിഫലിക്കുന്നു എന്ന നിർഭാഗ്യകരമായ സാഹചര്യം നമുക്കുണ്ട്. പൊതുവിതരണ സംവിധാനം സർക്കാർ ബോധപൂർവം ദുർബലപ്പെടുത്തുക, അതുപോലെ ഏതു വിലയ്ക്കും എന്തു വിലയ്ക്കും എങ്ങനെയും വിൽക്കാനുള്ള അവകാശം കച്ചവടക്കാർക്ക് അനുവദിക്കുക, അതിൽ നിന്ന് കമ്മീഷൻ പറ്റുക, പൊതുവിതരണ മേഖല ദുർബലപ്പെടുത്തിയതിൻ്റെ കൂടി അനുഭവമല്ലേ കേരളം ഇപ്പോൾ ഈ നേരിടുന്ന വിലക്കയറ്റം? ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥമില്ല. കേരളത്തിൽ ഒരു പൊതുവിതരണ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ വില ആയിരിക്കില്ല വിപണിയിൽ ഉണ്ടാവുന്നത്. ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം കേരളത്തിൽ ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ കേരളത്തിൽ നമുക്കുള്ള 14,000-ൽ പരം കടകളും 2,000-ഓളം വരുന്ന സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകളും വഴി ശക്തമായ പൊതുവിതരണ ശൃംഖല ഇന്ന് കേരളത്തിലുണ്ട്. അത് ഏത് സന്ദർഭങ്ങളിലും നമുക്കത് തുറന്നു പറയാനും പറ്റുന്ന ഒരു കാര്യമാണ്. ആ സംവിധാനങ്ങളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തെ വില നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ ഈ നിലയിലെങ്കിലും കഴിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ ചെറുതാക്കി ശ്രീ ദിവാകരൻ, മന്ത്രി പറയുന്നത് ശരിയാണോ? കാരണം വ്യക്തമായ ഒരു നിയമത്തിൻ്റെ അഭാവമുണ്ട്. അതുകൊണ്ടാണ് ഏത് കടയ്ക്ക് ഏത് വിലയ്ക്ക് എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കണം, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കണം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ സർക്കാരിന് നടത്താൻ കഴിയാതെ പോകുന്നത് എന്ന മന്ത്രിയുടെ ആ നിലപാട്, അത് ശരിയാണോ?
മന്ത്രിയുടെ കേൾക്കാമോ? കേൾക്കാം, പറയൂ. സൗണ്ട് ശരിയല്ല കേട്ടോ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാദഗതികൾ തന്നെ വളരെ ദുർബലമാണ്. കാരണം ഈ വിലക്കയറ്റം തടയണമെങ്കിൽ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ആ ഇടപെടലിൻ്റെ ഏജൻസികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിലൊന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. നമ്മുടെ ഗോതമ്പും അരിയും പഞ്ചസാരയും എല്ലാം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ന്യായമായ വിലയ്ക്ക് വിതരണം ചെയ്യുമ്പോൾ കമ്പോളത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിയും, കുറച്ച് കുറയ്ക്കാനും കഴിയും. പക്ഷേ ഇവിടെ അദ്ദേഹം വെളിപ്പെടുത്താത്ത ഒരു കാര്യം, ഈ പൊതുവിതരണ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടേജുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അത് പരിഗണിച്ച് കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ റേഷൻ കോട്ട കൃത്യമായിട്ട് തരേണ്ടതാണ്. ഇപ്പോൾ തരുന്നില്ല എന്ന് മാത്രമല്ല, APL കൊടുത്തുകൊണ്ടിരുന്ന ഗോതമ്പ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു, അരിയുടെ ക്വാണ്ടിറ്റി തന്നെ വെട്ടിക്കുറച്ചു, മണ്ണെണ്ണ ഗണ്യമായി വെട്ടിക്കുറച്ചു, പഞ്ചസാരയിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഇങ്ങനെ കേരളത്തിലെ വളരെ ശക്തമായ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ വളരെ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പൊതുവിതരണ സമ്പ്രദായത്തെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഈ സംസ്ഥാന ഗവൺമെൻറ് വിലപേശി വാങ്ങുന്നില്ല, എടുക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിൻ്റ്. രണ്ടാമത്തതാണ് ഈ വെജിറ്റബിൾസിൻ്റെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പാലക്കാട്ട് മുതൽ കൊച്ചി വരെ അവർ യാത്ര ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഈ പരാതി വളരെ ജെനുവിനാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ വില അത് മന്ത്രിയും നിഷേധിക്കുന്നില്ല. മന്ത്രി പറയുന്നത് ഇതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ഇത് എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കിയത് തന്നെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അത്യാവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാതിരിക്കാനും അതിൻ്റെ വിലവിവര പട്ടിക പ്രസിദ്ധപ്പെടുത്താനും അത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതെവിടെ നിന്ന് വാങ്ങി, എത്ര വിലയ്ക്ക് വേണം നിങ്ങൾ വാങ്ങിയത്, ഇപ്പോൾ ഈ ബില്ലിട്ടിരിക്കുന്നത് എത്ര വില, എന്തുകൊണ്ട് ഈ ഡിഫറൻസ് വന്നു, ഇങ്ങനെ കൊള്ളയടിക്കാമോ, അങ്ങനെയുള്ളവരെ കൈയോടെ ബുക്ക് ചെയ്യണം. കമ്പോളത്തിലിറങ്ങി ഉദ്യോഗസ്ഥന്മാർ എൻഫോഴ്സ് ചെയ്യണം, പ്രൈസ് എൻഫോഴ്സ് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ ശക്തി അതാണ്. ഈ എസൻഷ്യൽ കമ്മോഡിറ്റി ആക്റ്റിൽ തന്നെ ജാമ്യമില്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊള്ളയടിക്കുന്ന കമ്പോളങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന, ഗവൺമെൻറ്റിനെ നിഷ്പ്രഭമാക്കുന്ന, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിക്കുന്ന, സർക്കാരിനെ വെല്ലുവിളിക്കുന്ന, ജനങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ, അവർ കിട്ടുന്ന പറയുന്ന വിലയ്ക്ക് വാങ്ങുമവർ. അവർ നിസ്സഹായരാണ്, അവർ അസംഘടിതരാണ്, അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് ഗവൺമെൻറ്റിനെയും അധികാര കേന്ദ്രങ്ങളെയുമാണ്. അവിടെ അവർക്ക് അഭയം കിട്ടുന്നില്ല. ആരെ ഭയക്കണം? ഈ മന്ത്രിയും ഈ ഗവൺമെൻറ് ആരെയാണ് ഭയക്കുന്നത്? പ്രതിപക്ഷത്തുള്ള ഞങ്ങളാണോ? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് കമ്പോളത്തിലെ കരിഞ്ചന്തക്കാരെ, പൂഴ്ത്തിവെപ്പുകാരെ, നികുതി വെട്ടിപ്പുകാരെ എന്തുകൊണ്ട് റെയ്ഡ് ചെയ്യുന്നില്ല? എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് വരുന്ന ദിവസങ്ങളിൽ സ്റ്റേറ്റ് ഒട്ടാകെ ഉള്ള ഈ വില എൻഫോഴ്സ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, പരിശോധിക്കുന്ന ഒരു സെൻട്രൽ വിജിലൻസ് കോഴ വാങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ച് സ്ക്വാഡ് നടത്തി കേരളത്തിലെ കമ്പോളങ്ങൾ, ചാല കമ്പോളം, പാളയം കമ്പോളം, അതുപോലെ തന്നെ കൊല്ലത്ത്, എറണാകുളം, തൃശ്ശൂരങ്ങാടി, കോഴിക്കോട്ടങ്ങാടി, അവിടെ ഗുഡൗണുകൾ, ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഗുഡൗണുകൾ, സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഗുഡൗണുകൾ, സ്റ്റോക്കിൽ പറയാതെ കള്ളക്കടത്ത് നടത്തി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്, റേഷൻ അരി കടത്തി രഹസ്യമായി സൂക്ഷിച്ച് എല്ലാം റെയ്ഡ് ചെയ്യണം. റെയ്ഡ് ചെയ്ത് പിടിക്കുമെന്നുള്ള ഒരു സംഗതി വന്നാൽ എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവത്തിൽ ഒരാഴ്ചയ്ക്ക് കമ്പോളത്തിൽ വില നിലവാരത്തിൽ മാറ്റം വരും. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഹോട്ടലുകളിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം അറിയാം. ജനങ്ങളിലെ വലിയൊരു വിഭാഗം ആളുകൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു നേരം ഹോട്ടലിന് അഭയം പ്രാപിക്കുന്നവരാണ്. ഇന്ന് എന്താ ഹോട്ടലിൻ്റെ സ്ഥിതി? ആരുണ്ട് ചോദിക്കാൻ? ഒരു വടയുടെ വില ഈ സ്റ്റാച്യൂവിൽ ഉള്ള ഒരു ഹോട്ടലിൽ ഒരു വടക്ക് അതിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ഹോട്ടലിൽ കയറിയാൽ 10 രൂപ എന്നുള്ളത് 15 രൂപ.
തമ്പാൻ്റെ ഒരു വേറൊരു ഹോട്ടൽ, സ്പെഷ്യൽ ഹോട്ടലെത്തില്ല, ഒരു വടക്ക് 20 രൂപ. ഒരു ചായ എന്താ വില? എന്താ ഇങ്ങനെ വില കൂടാൻ? പാൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നു, പഞ്ചസാരയ്ക്ക് വില കൂടിയിട്ടില്ല, തേയില വില കൂടിയിട്ടില്ല, എങ്ങനെ ഈ ചായക്ക് വില കൂടി? ഇതൊക്കെ നിയന്ത്രിക്കാനും പരിശോധിക്കാനും ഗവൺമെൻറ് ഒരു സംവിധാനം എടുപ്പണമെന്ന് പറയുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ വിലയൊന്നും ഇവിടെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. ശ്രീമതി മേരി ജോർജ്, എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാൻ മടിക്കുന്നത്? അനൂപ് ജേക്കബിനോട് ചോദിക്കുമ്പോൾ പൊതുവിതരണ ശൃംഖല അത് ശക്തമായി തുടരുന്നു എന്ന് പറയുന്നു. സർക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് അദ്ദേഹം പറഞ്ഞു. പല സ്ഥലത്ത് പല വിലയാണ്, തോന്നിയ വില ഈടാക്കുന്നു. എന്നിട്ടും ഒരു ദിവസക്കൂലിക്കാരൻ അവന് കിട്ടുന്ന കൂലിയുടെ സിംഹഭാഗവും അല്ലെങ്കിൽ മുഴുവൻ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഒരു ദുസ്ഥിതിയിലേക്ക്, എങ്കിൽ പോലും അതുകൊണ്ട് തികയാത്ത അവസ്ഥയിലേക്ക്, അരിയും പച്ചക്കറിയും മത്സ്യവും ചായയും ഒന്നും അവന് അപ്രാപ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു? എന്തുണ്ട് പരിഹാരം? പ്രകാശ്, എനിക്കിപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് പാലക്കാട്ടേക്ക് താമസം മാറ്റിയാലോ എന്നാണ്. കാരണം പാലക്കാട്ട് സാധനങ്ങളുടെ വില ഇത്ര കുറവാണല്ലോ. അപ്പോൾ മുൻ മന്ത്രി സി ദിവാകരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ തന്നെ ശരിവെക്കേണ്ടതാണ്. എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുക? അതായത് സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടൽ വഴിയോ വളരെ ശക്തമായ രീതിയിൽ ഏകീകൃത വില എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പാലക്കാട് നിന്ന് പിന്നെയും തിരുവനന്തപുരം വരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം കൂട്ടി കൊടുക്കാമെന്ന് വച്ചോളൂ. എങ്കിൽ പോലും അതായത് സിവിൽ സപ്ലൈസിൻ്റെ തന്നെ ഏജൻസി പാലക്കാട്ടുണ്ട്, അതുപോലെ തൃശ്ശൂരുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഈ കേരളത്തിലെ ഒട്ടാകെയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ശക്തമായി പ്രതികരിക്കും എന്ന് വന്നാൽ, നേരത്തെ സി ദിവാകരൻ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് മെഷീനറി എന്ത് വിലയാണ്, അതായത് ഓരോ കടയിലും വിൽക്കപ്പെടുന്ന പച്ചക്കറികളുടെ അന്നന്നത്തെ വില പരസ്യപ്പെടുത്തുക. അങ്ങനെ പരസ്യപ്പെടുത്തണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ച് നിർബന്ധം പിടിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വില വിവര പട്ടിക ഓരോ ദിവസവും കാണിക്കുക. അതനുസരിച്ച് എന്ത് വ്യത്യാസമുണ്ട്? വളരെ എളുപ്പമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. കേരളത്തിൻ്റെ വിവിധ സ്റ്റേഷനുകളിൽ വിലകളിൽ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന് അതായത് ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് ഇതിലിറങ്ങി തിരിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് വില വളരെ കൂടുതലായിട്ട് എടുക്കുന്ന ഏത് മാർക്കറ്റിലാണ്, ആരാണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് നേരത്തെ സി ദിവാകരൻ പറഞ്ഞതുപോലെ തന്നെ അവരെ ബുക്ക് ചെയ്യാനും അവരെ ജാമ്യമില്ലാതെ തന്നെ തടവിലിടാനുമുള്ള ഇത് വരണം. അത് മാത്രവുമല്ല, വേറെ വളരെ പ്രധാനമായിട്ട് അതായത് ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു, ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു വട എത്ര ഗ്രാം ഉണ്ടായിരിക്കണം, ഒരു ദോശ എത്ര ഗ്രാം ഉണ്ടായിരിക്കണം, ഒരു കറി എന്തായിരിക്കണം, അതായത് ഒരു നേരത്തെ ഒരു മീൽ എന്ന് പറയുന്നത് എത്ര ഗ്രാം ഉണ്ടായിരിക്കണം, എത്ര ഗ്രാമിനാണ് ഇത്ര രൂപ ഈട. അങ്ങനെ മറ്റ് വിവിധ രാജ്യങ്ങൾ അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഒരു പാക്കറ്റ് ഫുഡ് എടുക്കുക എന്ന് വെച്ചാൽ അത് കൃത്യമായി അതിന് നിയതമായ അളവുണ്ട്, അതിന് നിയതമായ വിലയുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഹോട്ടൽ ഫുഡ് കൊടുക്കാൻ തക്ക രീതിയിൽ എന്തിനാണ് വലിയ നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാനൊരു ജോലി വേണം. ആ ജോലിയുടെ ഭാഗമായിട്ട് വരണം ഇത്തരം കണക്കെടുപ്പുകളും അതിനനുസരിച്ചുള്ള മറ്റ് തീരുമാനങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹോട്ടലുകൾക്ക് കൊള്ളലാഭം എടുക്കാൻ കഴിയില്ല. കാലാകാലങ്ങളായി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരിക്കൽ പോലും ഇതുപോലെ സാധാരണക്കാരൻ്റെ ദുഃഖത്തെ കണ്ട്, അതായത് എത്ര കൂടുതൽ ശമ്പളം കേരളത്തിൽ കിട്ടിയാൽ പോലും അന്നന്ന് അപ്പത്തിന് തികയില്ലാത്ത ഒരവസ്ഥയിലാണ് സാധന സാമഗ്രികളുടെ വില വർദ്ധിക്കുന്നത്, ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കുന്നത്. അപ്പം ഇത്തരം സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കേണ്ടത്, സാധാരണക്കാരൻ സ്വപ്നം കാണുന്നത് ഗവൺമെൻറ് ശക്തമായി ഇടപെടും, അങ്ങനെ രക്ഷ കിട്ടുമെന്നാണ്. അങ്ങനെയാണ് ഓരോ ഗവൺമെൻറ്റിനെയും മാറ്റി മാറ്റി ജനം വോട്ട് ചെയ്ത് ഭരണത്തിൽ കൊണ്ടുവരുന്നത്. പക്ഷേ എല്ലാ ഗവൺമെൻറ്റുകളും ഇക്കാര്യത്തിലൊക്കെ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. വ്യക്തമാണ്. ഡോക്ടർ ശ്രീ കെ എൻ ഹരിലാൽ, ഉദ്യോഗസ്ഥർ
ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ. മന്ത്രി പറയുന്നത് പോലെയല്ല, കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അത് പ്രായോഗികമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഇത്രയേറെ ചൂഷണം ചെയ്യപ്പെടില്ല. ഇവിടെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് തന്നെ മിതമായ വിലയ്ക്ക് അവർക്ക് അതത് ദിവസം കഴിഞ്ഞു പോകാൻ കഴിയും. അവരുടെ മുഴുവൻ വരുമാനവും ഈ രീതിയിൽ കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടും സർക്കാരിന് എന്നിട്ടും വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയുന്നില്ല? ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം പോരായ്മയാണോ, അതോ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണോ, അതോ ഈ കുത്തക വ്യാപാരികളുടെ സ്വാധീനത്തിലാണോ സർക്കാർ? ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ ദിവാകരൻ പറഞ്ഞതുപോലെ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വിലയെ പിടിച്ചു നിർത്താൻ കഴിയും. എല്ലാ ഗവൺമെന്റുകളും ഉദാസീനമായിട്ടും നിരുത്തരവാദപരമായിട്ട് കേരളത്തിൽ പെരുമാറി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും ശക്തമായ പൊതുവിതരണത്തിന്റെ അടിത്തറ ഉണ്ടാവുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ വില നിയന്ത്രണത്തിന് ചരിത്രം ഉണ്ടാവുമായിരുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ വില നിലവാരം പിടിച്ച് നിർത്തിയ അനുഭവമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഒരുപക്ഷെ ശ്രീ ദിവാകരന്റെ കാലഘട്ടത്തിലും ആ അത്തരത്തിലുള്ള നിയന്ത്രണം പ്രായോഗികമായി. പക്ഷെ ഇവിടെ പറയാനുള്ള പ്രത്യേക കാര്യം, ഇപ്പോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വില വലിയ രീതിയിൽ കൂടുന്ന ഒരു കാലമല്ല. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കഴിഞ്ഞിരിക്കുന്ന വില നിലവാരം കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോ കേരളത്തിൽ എല്ലാ നിയന്ത്രണവും വിട്ട് വിലകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകം ഗൗരവം അർഹിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മന്ത്രിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടോ ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പൊതുവിൽ കേരളത്തിൽ ഭരണം തകർന്നിരിക്കുന്ന ഒരു കാലാവസ്ഥയുണ്ട്. എല്ലാ കാര്യങ്ങളിലും എല്ലാ രംഗത്തിലും നിയമവാഴ്ച തകർന്നിരിക്കുന്നു. ഈ നിയമവാഴ്ച തകർന്നിരിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഒരു മേഖലയിലല്ല, ഇപ്പൊ നികുതിയുടെ മേഖലയിലും ഏക മേഖലകളിലും സകല മേഖലകളിലും ഒരു തരത്തിലുള്ള അരാജകത്വമാണ് കേരളത്തിൽ വളരുന്നത്. അത് നിയമവാഴ്ചയുടെ പൂർണ്ണമായിട്ടുള്ള തകർച്ചയാണ്, ഭരണകൂടത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഫെയിലിയറാണ്. അതിന്റെ ലക്ഷണമാണ് ഇപ്പോ കാണുന്നത്. അത് എല്ലാ വകുപ്പുകളെയും ബാധിക്കുകയാണ്, ജീവിതത്തിന്റെ എല്ലാ തുറകളെയും ബാധിക്കുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് ഇതിന് കാരണം. വളരെ വ്യക്തമാണ് ശ്രീ കെ എൻ ഹരിലാൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഭക്ഷ്യവകുപ്പിൻ്റെ പ്രവർത്തന കുറവ് മൂലം അതിനെതിരെ ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് നിരവധി അഴിമതി ആരോപണങ്ങൾ UDF-ൽ തന്നെ ഉയർന്നിരുന്നു. അതിന് ജനങ്ങൾ വില കൊടുക്കേണ്ട അവസ്ഥ. ശ്രീ സി ദിവാകരൻ, കോഴ വാങ്ങി സ്വയം പ്രതിസന്ധിയിലായ ഒരു സർക്കാർ, കോഴ ആരോപണം നേരിടുന്ന വകുപ്പുകളിൽ ഭക്ഷ്യവകുപ്പുമുണ്ട്. സാധാരണ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ കോഴ വാങ്ങുന്നതിന്, ആ കോഴ വാങ്ങലിലൂടെ അവർ സൃഷ്ടിച്ച പ്രതിസന്ധിക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയല്ലേ? അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ ആവശ്യമില്ലേ? ഈ കോഴ ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അതിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വിവിധ കോടതികളിൽ വിവിധ നേതാക്കന്മാരെ വെളിപ്പെടുത്തലുകൾ, ഈ 4 കൊല്ലമായി ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പായിരുന്ന അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന കോഴയുടെ വെളിപ്പെടുത്തലുകളാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ UDF-ൻ്റെ തന്നെ ഉന്നതനായ ഒരു നേതാവ്, അദ്ദേഹവും എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക്, താൻ ഈ സിവിൽ സപ്ലൈസിൽ നടക്കുന്ന കൺസ്യൂമർ ഫോറത്തിലെ നിയമനങ്ങളെക്കുറിച്ച് വലിയ വലിയ തോതിലുള്ള അഴിമതി നടന്നുവെന്ന് എഴുതി കൊടുത്തുവെന്നും അത് മന്ത്രി അത് നിഷേധിച്ച ഒരു വാർത്തയും ഞാൻ വായിച്ചു. മന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണെന്ന്. എന്തായാലും അതെല്ലാം ഇപ്പോഴും പല പല കോടതികളിലും തർക്കമായിട്ട് നിൽക്കുകയാണ്. കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ഉള്ള ഒരു ധാരണ, ഈ ഗവൺമെൻറ് ഇനി അവശേഷിക്കുന്ന കാലയളവിൽ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല. ഉദ്യോഗസ്ഥന്മാർ, IAS IPS ഉദ്യോഗസ്ഥന്മാരടക്കം നിരവധി ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ അഴിമതിക്കാരായി മാറിയിരിക്കുകയാണ്. ഈ കൺസ്യൂമർ ഫെഡിൽ നടന്ന ഒരു വളരെ അത്ഭുതകരമായ അഴിമതിയാണ് പുറത്തു വന്നത്. അതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പുറത്തു വന്നു. ഈ സിവിൽ സപ്ലൈസിൽ തന്നെ കഴിഞ്ഞ കാലത്ത് പുറത്താക്കിയിരിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെൻസിറ്റീവ് പോസ്റ്റിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പല ഉദ്യോഗസ്ഥന്മാരും
മന്ത്രി അറിഞ്ഞോ അറിയില്ലെന്ന് എനിക്കറിയില്ല. അവരെല്ലാം തിരിച്ച് പൂർവാധികം ശക്തിയായിട്ടിരിക്കുകയാണ്. മന്ത്രിയെ പറ്റി ഞാനൊന്നും പറയാം. കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഏതോ ഒരു ബാഹ്യ ശക്തികൾ അദ്ദേഹത്തെ തടയുന്നുണ്ട് എന്നാണ് എനിക്ക് വ്യക്തമാണ് ശ്രീ സി ദിവാകരൻ. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ബാഹ്യശക്തികളുടെ തടസ്സം അത് മന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നു. പക്ഷേ ഭക്ഷ്യവകുപ്പ് അഴിമതിയുടെ നിഴലിലല്ല, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അതിന് കൂടുതൽ വില നൽകേണ്ടി വരുന്നത് പാവം ജനങ്ങൾ, തിരുത്താൻ ആരുമില്ലാത്ത അവസ്ഥ. വളരെ നന്ദി മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, മുൻ മന്ത്രി ശ്രീ സി ദിവാകരൻ, സാമ്പത്തിക വിദഗ്ധരായ മേരി ജോർജ്, ഡോക്ടർ കെ എൻ ഹരിലാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.